എല്ലാ ഏകാധിപതികളും ഭീരുക്കളാണ്. ആത്യന്തികമായി പറഞ്ഞാൽ ഭീരുക്കളാണ്. അവരുടെ ഉള്ളിലുള്ള ആ രക്ഷിതാബോധമുണ്ടല്ലോ, എന്തെങ്കിലും അവരാക്രമിക്കപ്പെടും, കീഴ്പ്പെടുത്തപ്പെടും, അവരെ നിഷ്കാസനം ചെയ്യപ്പെടും എന്നുള്ള ഭയമാണ് അവരെ മുന്നോട്ട് നയിക്കുന്നത്. അതുകൊണ്ട് ഒരാൾ കല്ലെറിഞ്ഞാൽ, ഉദാഹരണത്തിന് പലസ്തീനിൽ ഇപ്പോഴല്ല, കുറെ കാലം മുമ്പ് വരെ അവിടുത്തെ കൊച്ചുകുട്ടികൾ ഇസ്രായേലി പട്ടാളക്കാരെ കണ്ടാൽ ഉടനെ കുനിയും കല്ല് പെറുക്കാനായിട്ട്. ആ നിസ്സഹായ മനുഷ്യരുടെ കയ്യിൽ അത് മാത്രമേ ഉള്ളൂ. അവരുടെ കയ്യിൽ തോക്കുകളൊന്നുമില്ല. ഇന്ന് ആ കുട്ടികളുമില്ല, കല്ലുകളുമില്ല. വളരെ പ്രിയങ്കരനായ ജില്ലാ പ്രസിഡന്റ് സജിദ് മുജീബ്, വൈസ് പ്രസിഡന്റ് ഫൈസൽ വലിയാറ, സെക്രട്ടറി നവാബ്, റഷീദ് സുഫ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, ഈ സ്ഥലവും സമയവും വളരെ മനസ്സിന് സന്തോഷം പകരുന്ന, സാന്ത്വനം പകരുന്ന ഒരു അന്തരീക്ഷമാണ്. പോരാത്തതിന് സ്വാഗത പ്രസംഗന്റെയും അധ്യക്ഷന്റെയും വാക്കുകളും ഈ സംഘടനയുടെ നേതൃസ്ഥാനത്ത് നിൽക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് എന്നെ വളരെയധികം സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളാണ് അവർ പറഞ്ഞത്. തനിമയെക്കുറിച്ച് ഞാൻ സാധാരണഗതിയിൽ ആദ്യകാലങ്ങളിലേക്ക് 30 വർഷമായി തനിമ തുടങ്ങിയിട്ട് ആദ്യകാലങ്ങളിലൊക്കെ പോകുന്നിടത്തെല്ലാം തനിമയെക്കുറിച്ച് ഞാൻ കൂടുതൽ സംസാരിക്കാറുണ്ടായിരുന്നു. കാരണം ആദ്യമായിട്ട് തനിമയിലേക്ക് വരുന്നവരെ തനിമയ്ക്ക് പരിചയപ്പെടുത്തുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി. പക്ഷെ നിങ്ങളോടൊന്നും തനിമയെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. നമ്മളെല്ലാവരും തനിമയുടെ ഭാഗങ്ങളാണ്, തനിമയെ മുന്നോട്ട് നയിക്കുന്നവരാണ്. എന്താണ് നമ്മുടെ ദൗത്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരുപക്ഷെ ആയുധങ്ങളുടെ മൂർച്ചകളെക്കാളും സർഗപരമായ ആവിഷ്കാരങ്ങൾക്കാണ് തിളക്കവും മൂർച്ചയും കൂടുതൽ. ആ അർത്ഥത്തിൽ ആയുധങ്ങൾക്ക് ശരീരത്തിനെ മുറിവേൽപ്പിക്കാൻ പറ്റും, പക്ഷെ സർഗ ആവിഷ്കാരങ്ങൾക്ക് മനസ്സിന് സാന്ത്വനം നൽകാൻ കഴിയും, മനസ്സിനെ പ്രചോദിപ്പിക്കാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് യുദ്ധങ്ങൾ ജയിക്കുന്നത് വാളിന്റെ മൂർച്ച കൊണ്ടാണ്, അല്ലെങ്കിൽ വെടിയുണ്ടകളുടെ സംഹാരശേഷി കൊണ്ടാണ്. ഈ ആയുധങ്ങളുടെ വിജയങ്ങളൊക്കെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടും. പക്ഷെ പേന സൃഷ്ടിക്കുന്ന വിപ്ലവം അത് നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും മനുഷ്യരെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കും. കാരണം അത് വെറും ചരിത്രത്താളുകളിലെ അക്ഷരങ്ങളായി മായുകയല്ല, അല്ലെങ്കിൽ അക്ഷരങ്ങളായി അവിടെ തന്നെ ക്രമേണ മാഞ്ഞു പോകുന്ന വിധത്തിൽ, ആളുകളുടെ ഓർമ്മകളിൽ നിന്ന് പോലും മാഞ്ഞു പോകുന്ന വിധത്തിൽ നിൽക്കുന്നൊന്നല്ല. നമ്മൾ ഇതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും വരുന്ന തലമുറകൾ വായിച്ച് ആ വാക്കുകളിൽ നിന്നും പ്രചോദനം കൊള്ളും. നമ്മളിപ്പോ പലപ്പോഴും നമ്മളെ ഹിംസാത്മകമായിട്ട് ഇന്ത്യയുടെ ഇന്നത്തെ ഫാസിസ്റ്റ് കാലഘട്ടത്തിൽ മുസ്ലിങ്ങൾക്കെതിരെ, ക്രിസ്ത്യാനികൾക്കെതിരെ ഒക്കെ വളരെ ക്രൂരമായിട്ടുള്ള വേട്ടയാടലുകൾ നടക്കുന്നുണ്ട്. വളരെ ക്രൂരമാണ്. നമ്മൾ പക്ഷെ മാധ്യമങ്ങളിൽ വായിക്കുന്നതിനേക്കാളും ഒക്കെ നിഷ്ഠൂരമാണ്. എത്രമാത്രം ഓരോ മനുഷ്യരും സഹിക്കുന്ന മാനസികവും ശാരീരികവുമായ വേദനകൾ അത് അനുഭവിക്കുന്നവർക്ക് മാത്രം അറിയാൻ പറ്റുള്ളൂ. അപ്പൊ അതിനെതിരെ നമുക്ക് വാളെടുക്കാൻ കഴിയില്ല, നമുക്ക് ആയുധം എടുക്കാൻ കഴിയില്ല. കാരണം ആയുധം കൊണ്ട് നേരിടുമ്പോൾ അത് തൽക്കാലത്തിന് നമ്മുടെ ശത്രുവിനെ മാത്രമേ നമുക്ക് പരാജയപ്പെടുത്താൻ കഴിയുന്നുള്ളൂ. അത് ശത്രു പ്രതിനിധാനം ചെയ്യുന്ന വിദ്വേഷത്തിന്റെ ഒരു ആശയമുണ്ടല്ലോ, ആ ആശയത്തെ വേരോടെ പിഴുതെറിയണമെങ്കിൽ കലയ്ക്കും സാഹിത്യത്തിനും അതിലൂടെയുള്ള സർഗാത്മകമായ ആവിഷ്കാരങ്ങൾക്ക് മാത്രമേ കഴിയുള്ളൂ. ഇവിടെ നമുക്ക് നമ്മുടെ ഏകാധിപതികളായ ഭരണകർത്താക്കൾക്കെതിരെ പ്രതിഷേധിക്കാനുള്ള അവസരങ്ങൾ പോലും പരിമിതമാണ്. ശബ്ദമുയർത്തിയാൽ എന്തിനേറെ പറയുന്നു. ആരും ശബ്ദമുയർത്തിയിട്ടില്ല, ആരും ആയുധമെടുത്തിട്ടില്ല. ഒരു കാർട്ടൂൺ വരച്ചതിന്റെ പേരിൽ തടവിലാക്കപ്പെട്ട ഒരു കലാകാരനുണ്ട്, ഒരുപാട് പേര്. അപ്പൊ അതിനെപ്പോലെ അവര് ഭയപ്പെടുന്നത് ഇങ്ങനെയുള്ള ആവിഷ്കാരങ്ങളെയാണ്. കാരണം
എല്ലാ ഏകാധിപതികളും ഭീരുക്കളാണ്. ആത്യന്തികമായി പറഞ്ഞാൽ ഭീരുക്കളാണ്. അവരുടെ ഉള്ളിലുള്ള ആ രക്ഷിതാബോധമുണ്ടല്ലോ, എന്തെങ്കിലും അവരാക്രമിക്കപ്പെടും, കീഴ്പ്പെടുത്തപ്പെടും, അവർ നിഷ്കാസനം ചെയ്യപ്പെടും എന്നുള്ള ഭയമാണ് അവരെ മുന്നോട്ട് നയിക്കുന്നത്. അതുകൊണ്ട് ഒരാൾ കല്ലെത്തെറിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് പലസ്തീനില് ഇപ്പോഴല്ല, കുറെ കാലം മുമ്പ് വരെ അവിടുത്തെ കൊച്ചുകുട്ടികൾ ഇസ്രായേലി പട്ടാളക്കാരെ കണ്ടാൽ ഉടനെ കുനിയും കല്ല് പെറുക്കാനായിട്ട്. ആ നിസ്സഹായ മനുഷ്യരുടെ കയ്യിൽ അത് മാത്രമേ ഉള്ളൂ. അവരുടെ കയ്യിൽ തോക്കുകളൊന്നുമില്ല. ഇന്ന് ആ കുട്ടികളുമില്ല, കല്ലുകളുമില്ല. അവര് തെരഞ്ഞു പിടിച്ച് കുട്ടികളെ ആക്രമിച്ച് കൊന്നുകൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞു പിടിച്ചോണ്ട് സ്കൂളില്, അവിടുത്തെ ഗാസയിലുള്ള ഒരു സ്കൂള്, ആ സ്കൂള് കുട്ടികളുടെ എണ്ണത്തിന്റെ ബാഹുല്യം നിമിത്തം 2 ഷിഫ്റ്റായിട്ടാണ് വർക്ക് ചെയ്യുക. സ്കൂളിന്റെ സ്ഥലപരിമിതികൾ കാരണം രാവിലെ 8 മണി മുതൽ 12 മണി വരെയും 12 മണി മുതൽ 4 മണി വരെയും അങ്ങനെ 2 ഷിഫ്റ്റായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം ഈ 12 മണി എന്ന സമയത്ത് പുറത്തേക്ക് വരുന്ന കുട്ടികളും അകത്തേക്ക് പോകുന്ന കുട്ടികളും, എന്ന് വെച്ചാൽ ആ സ്കൂളിൽ പഠിക്കുന്ന എല്ലാ കുട്ടികളും ഒരേ സമയത്ത് ഒരേ സ്ഥലത്ത് ഉണ്ടായിരിക്കുന്ന ഒരു സമയത്ത് 100 ടൺ ബോംബാണ് അവിടെ വർഷിച്ചത്. ഒരൊറ്റ കുട്ടി പോലും രക്ഷപ്പെട്ടില്ല. ഒരു നഗരത്തെ ഭസ്മമാക്കാൻ 1 ടൺ വരും. അപ്പൊ അവരുദ്ദേശം എന്താണെന്ന് വെച്ചാൽ അവര് ഇതിന് നമുക്കൊരു യുദ്ധം എന്ന് പറയാൻ പറ്റില്ല. യുദ്ധം എന്ന് പറയുന്നത് 2 ചേരിയുള്ള പട്ടാളക്കാരെ നേർക്കുനേരെ നിന്ന് ചെയ്യുന്നതാണ് യുദ്ധം. നിസ്സഹായരും നിരായുധരുമായിട്ടുള്ള മനുഷ്യരെ നേർക്ക് നിറയൊഴിക്കുന്ന എങ്ങനെ യുദ്ധമാവുന്നു? തിരിച്ചടിക്കാൻ അവർക്ക് കഴിയില്ല, അവരുടെ കയ്യിൽ ആയുധമില്ല. അപ്പോ അങ്ങനെയുള്ളൊരവസ്ഥയില് ഞാൻ വളരെ അപ്രീഷിയേറ്റ് ചെയ്ത ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ ഒരു പാർലമെന്റ് സെഷനിൽ പാർലമെന്റില് മഹുവ മൊയ്ത്ര എന്ന് പറയുന്ന തൃണമൂൽ കോൺഗ്രസിന്റെ എം പി, നിങ്ങൾ അവരെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. അവരുടെ പ്രസംഗങ്ങൾ, അവരുടെ പാർലമെന്റിലെ പ്രകടനങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരുപക്ഷെ മറ്റാർക്കും നരേന്ദ്രമോദിയുടെ മുഖത്ത് നോക്കി പറയാൻ പറ്റാത്ത കാര്യം അവര് പറഞ്ഞത് ഒരു കവിതയിലൂടെയാണ്. റാഹത്ത് ഇന്ദോരി എന്ന് പറയുന്ന വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു ഉറുദു വിപ്ലവ കവിയുടെ 4 വരികളാണ് അവർ പറഞ്ഞത്. നിങ്ങൾ ഇന്ന് അധികാര കസേരയിൽ ഇരിക്കുന്നു, നാളെ നിങ്ങളോട് ഉണ്ടാവില്ല. നിങ്ങൾ വെറും ഒരു വാടകക്കാരനാണ്. ആ സ്ഥലത്തിന്റെ, ആ സ്ഥാനത്തിന്റെ ഉടമയല്ല. ഈ മണ്ണിൽ എല്ലാവരുടെയും രക്തം അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. ഈ രാജ്യം ആരുടെയും തന്തയുടെ വകയല്ല. അവര് പറഞ്ഞതാണ്, അവരുടേതല്ല. റാഹത്ത് ഇന്ദോരി എന്ന് പറയുന്ന കവിയുടെയാണ്. അവർക്കൊന്നും പറയാൻ പറ്റില്ല. അധികാരികൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. കാരണം ഈ വരികൾ റാഹത്ത് ഇന്ദോരി തന്നെ പല കവ്യ സമ്മേളനങ്ങളിൽ, ഉറുദു മുഷായരകളിൽ അദ്ദേഹം ഇത് പറഞ്ഞിട്ടുള്ളതാണ്. ജനം ഏറ്റുപാടിയിട്ടുള്ളതാണ്. ആ ഒരു ഉദ്ധരിക്ക് മാത്രമേ അവർ ചെയ്തുള്ളൂ. പക്ഷെ പറയേണ്ട സംഭവം, പറയേണ്ട രീതിയിൽ, പറയേണ്ട ആളുടെ മുഖത്ത് നോക്കി പറയാൻ അവരെ സഹായിച്ചത് ഈയൊരു കവിതയാണ്. അതാണ് സർഗപരമായിട്ടുള്ള ആവിഷ്കാരങ്ങളുടെ ശക്തി, കാർട്ടൂണിന്റെ ശക്തി, കഥയുടെ ശക്തി, എഴുത്തിന്റെ ശക്തി, നാടകത്തിന്റെ, സിനിമയുടെ ഒക്കെ ശക്തി. സിനിമയുടെ കാര്യം നമുക്കറിയാമല്ലോ. ഇപ്പൊ തന്നെ കേരളത്തെ അവഹേളിച്ച കേരള സ്റ്റോറി എന്ന സിനിമയുടെ സംവിധായകന് ഏറ്റവും നല്ല സിനിമയ്ക്ക് സംവിധായകനുള്ള ദേശീയ അവാർഡ് കൊടുത്തിരിക്കുകയാണ്. ഈ സിനിമ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം ഗോവയിൽ നടക്കുമ്പോൾ അവിടെ മത്സരത്തിനുണ്ടായിരുന്നു. ഇസ്രായേലിലെ ഒരു സംവിധായകനായിരുന്നു മത്സരത്തിന്റെ ജൂറി. അദ്ദേഹം വളരെ നിശിതമായി ഈ സിനിമയെ വിമർശിച്ചു. ഇതൊരു സിനിമ പോലും അല്ല, ഇത് ഒരു നികൃഷ്ടമായിട്ടുള്ള ഒരു ക്രിയേഷനാണ്. സിനിമാറ്റിക് ആയിട്ടുള്ള യാതൊരു മേന്മയും ഇല്ലാത്ത സിനിമ മനുഷ്യരുടെ മനസ്സിനെ സ്വാധീനിക്കേണ്ടതാണ്. ഇത് ഒരു തരത്തിലും മനുഷ്യന്റെ അടൂർ ബാലകൃഷ്ണൻ പറഞ്ഞതുപോലെ പുറത്തെ ഒരു ചൊറിയുമ്പോഴുണ്ടാകുന്ന ഒരു സുഖം മാത്രം നൽകുന്നതാണ്. അങ്ങനെ എത്ര നികൃഷ്ടമായിട്ട് വിമർശിച്ച ഒരു സിനിമയ്ക്കാണ് ഒരു ഉളുപ്പുമില്ലാതെ ഈ രാജ്യത്ത് സിനിമ നിർമ്മിക്കുന്നവരും സിനിമാ പ്രവർത്തകരും മാത്രമല്ല, സിനിമ കാണുന്നവർ പോലും ഫിലിം ലിറ്ററസി ഉള്ളവരാണ്. സിനിമ കണ്ടാൽ അതിനെ വിലയിരുത്താനും
അതിൻ്റെ സ്വാധീനത്തെക്കുറിച്ച്, അതിൻ്റെ കലാപരവും ഒരു സാങ്കേതികമായിട്ടുള്ള കാര്യം നമുക്ക് മാറ്റിവെക്കാം. ഒരു പക്ഷേ അതെല്ലാവർക്കും വിശകലനം ചെയ്യാൻ കഴിയുന്നവരില്ല. പക്ഷെ അതിൻ്റെ കലാപരമായ മേന്മയെക്കുറിച്ചോ അതിൻ്റെ പോരായ്മകളെക്കുറിച്ചൊക്കെ പറയാൻ ഇന്നത്തെ ഒരു കേരളത്തിൽ പ്രത്യേകിച്ചും ഒരു സാധാരണ സിനിമ പ്രേക്ഷകന് പോലും കഴിയുന്ന ഒരു അവസരത്തിലാണ് ഇതുപോലുള്ള വികലമായ സൃഷ്ടികളെ, ഒരു തരം മുഖത്തുള്ള അടിയാണ്. കാരണം അവരുടെ സിനിമയെ നിരാകരിച്ച, നിർഭാഗ്യവശാൽ അവർക്ക് വേണ്ട ഊർജം അല്ലെങ്കിൽ അവർക്ക് സിനിമയ്ക്ക് പ്രചോദനം നൽകിയത് നമ്മുടെ മുൻ മുഖ്യമന്ത്രിയാണെന്നുള്ള കാര്യം നമുക്ക് വളരെ വേദനയോടെ പറയേണ്ടി വരും. ഒരു വസ്തുതാപരമായ അടിത്തറയുമില്ലാതെ, ഒരു ഡാറ്റയുടെയും പിൻബലമില്ലാതെ വെറുതെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ വിളിച്ചു പറയുകയും അതിൻ്റെ വീഡിയോ ആണ് ഈ സിനിമയുടെ തുടക്കത്തിൽ കൊടുത്തിരിക്കുന്നത്. കേരളത്തിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്, ലവ് ജിഹാദുകൾ നടക്കുന്നുണ്ട്, തീവ്രവാദം നടക്കുന്നുണ്ട്. മലപ്പുറത്തെ പെൺകുട്ടികൾ പിന്നെ ഏറ്റവും കൂടുതൽ വിജയം കരസ്ഥമാക്കിയപ്പോൾ പോലും അദ്ദേഹം എന്താണ് പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവരും നിങ്ങൾ കേട്ട് ഓർമ്മിക്കുന്നുണ്ടാവും. അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെയുള്ളൊരു കാലയളവിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആയുധം എന്ന് പറയുന്നത് നമുക്ക് കല്ലെടുക്കണ്ട, വാളെടുക്കണ്ട, തോക്കെടുക്കണ്ട, നമ്മുടെ തുലിക, നമ്മുടെ ബ്രഷ്, നമ്മുടെ സംഗീതം, നമ്മുടെ സിനിമകൾ. ക്യാമറ ഒരു വലിയൊരു ആയുധമാണ്. പലസ്തീനിലെയും ഇറാനിയിലും പലസ്തീനിലെ സിനിമകൾ പ്രത്യേകിച്ചും അവരുടെ ആയുധം കൊച്ചുകുട്ടികൾ കല്ലെടുത്താണ് എറിഞ്ഞതെങ്കിൽ അവിടുത്തെ സിനിമാ പ്രവർത്തകർ സിനിമയിലൂടെയാണ് ലോകത്തെ അവരുടെ പ്രതിഷേധം അറിയിച്ചത്. അപ്പോൾ ഇങ്ങനെയുള്ള ആവിഷ്കാരങ്ങളൊക്കെ വളരെ ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയുക എന്നുള്ളതാണ് നമ്മുടെ തനിമയുടെ പ്രധാനപ്പെട്ട ചുമതല. നമ്മളത് വെറുതെ ഇപ്പം ഞാനിവിടെ നിന്ന് പറഞ്ഞു പോവുകയല്ല ചെയ്യുന്നത്. അതിനാവശ്യമായുള്ള പരിശീലനങ്ങൾ അതാത് വിഷയങ്ങളിൽ താല്പര്യമുള്ളവരെ വിളിച്ച് അവർക്ക് ഒരു ദിവസമോ 2 ദിവസമോ അതിൽ കൂടുതലോ ദിവസത്തെ പരിശീലനം നൽകുന്നു. നമ്മൾ ചെയ്യാത്തത് സജിദിനും ഫൈസലിനൊക്കെ അറിയാം, നവാബിനറിയാം. നമ്മൾ കലാ സാഹിത്യ മേഖലകളിലെ നമ്മൾ കൈവെക്കാത്ത ഒരു വിഭാഗവുമില്ല. എല്ലാ വിഭാഗത്തിലും അപ്പോൾ എല്ലാവർക്കും നമുക്കതിനുള്ള സർഗവാസന ഉണ്ടെങ്കിലും ദൈവം തന്നൊരു കഴിവ് നമുക്കുണ്ടെങ്കിൽ തന്നെയും നമ്മൾ ആ മാധ്യമത്തിലൂടെ ആവിഷ്കാരങ്ങൾ നടത്തുമ്പോൾ അതിന് ചില പരിശീലനങ്ങൾ കൂടി ലഭിക്കുകയാണെങ്കിൽ അതിനെ കൂടുതൽ ഫലപ്രദമായ രീതിയിൽ നമുക്കതിനെ ആവിഷ്കരിക്കാൻ കഴിയും. അപ്പോൾ തനിമ ചെയ്യുന്നത് അതാണ്. തനിമ എല്ലാം ഇപ്പം സാഹിത്യത്തിലാണെങ്കിൽ സാഹിത്യത്തിന് ഇനി നമ്മൾ ചെയ്യാത്ത പരിശീലന കളരികളില്ല. നമ്മൾ ഓരോ വർഷവും തനിമ പുരസ്കാരം എന്ന് പറയുന്നത് 10,000 രൂപയും ഒരു ഫലകവും ഷോളും അടങ്ങുന്നതാണ്. ഇത് നമ്മൾ വളരെ സുതാര്യമായ രീതിയിലാണ് ഇതിൻ്റെ അവാർഡ് നിർണ്ണയം നടത്തുന്നത്. സാഹിത്യത്തിൽ തനിമ അവാർഡ് കൊടുക്കാത്ത ഒരു വിഭാഗം ഇനി ബാക്കിയില്ല. എന്തെല്ലാം നിങ്ങൾക്ക് വിഭാവനം ചെയ്യും അതെല്ലാം തനിമ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. ഏറ്റവും അവസാനമായിട്ട് AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, നിർമ്മിത ബുദ്ധി, അതാണല്ലോ നമ്മുടെ, അത് ക്രിയേറ്റീവ് ആണോ ഇല്ല എന്നുള്ള കാര്യം വേറെ കാര്യം. പക്ഷെ അതിനെക്കുറിച്ച് പോലും എഴുതപ്പെട്ട ഏറ്റവും അവസാനം അതിനുശേഷം വീണ്ടും അവാർഡ് കൊടുത്തു എന്ന് വെച്ചാൽ അതുപോലും നമ്മൾ അവാർഡിന് പരിഗണിച്ചു, അവാർഡ് കൊടുക്കുകയും ചെയ്തു. അതുപോലെ നമ്മുടെ പരിശീലനത്തിലും ഈ പിന്നെ പോസ്റ്റർ ഡിസൈനിങ് മുതൽ സാങ്കേതികമായിട്ടുള്ള പോസ്റ്റർ ഡിസൈനിങ് കൂടാതെ AI, ChatGPT അതൊക്കെ എങ്ങനെ ഉപയോഗിക്കണം, എങ്ങനെ അതിനെ ക്രിയേറ്റീവായിട്ട് നമുക്ക് ആവിഷ്കാരങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം, അതിൻ്റെയും പരിശീലനം നൽകുന്നത്. നമ്മുടെ ഉദ്ദേശം എന്താണ്? ആവിഷ്കാരങ്ങളിലൂടെ നന്മ പകർത്തുക, തിന്മയെ പ്രതിരോധിക്കുക. വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ അതാണ്. ഇപ്പം ഈ വർഷത്തെ നമുക്ക് തനിമ സൗന്ദര്യമുള്ള ജീവിതത്തിന് എന്നാണ് തനിമയുടെ എന്നുമുള്ള സ്ഥിരമായിട്ടുള്ള അർത്ഥവാക്യം. ഇപ്പം നമ്മൾ ഒരു വർഷത്തേക്കും പുതിയതായിട്ട് ഓരോന്ന് നമ്മൾ അനൗൺസ് ചെയ്യണം. ആവിഷ്കാരം സൗഹൃദത്തിന്. സൗഹൃദങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ തമ്മിലുള്ള സൗഹൃദം മാത്രമല്ല, സഹോദര സമുദായങ്ങളുമായും ഈ രാജ്യത്ത് ജീവിക്കുന്ന എല്ലാ മനുഷ്യരുമായിട്ടുള്ള സൗഹൃദം, അതിന് വിലങ്ങുതടിയാകുന്ന എല്ലാ കാര്യങ്ങളെയും മാറ്റിക്കൊണ്ട് അതിനതീതമായി ഹൃദയങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധമുണ്ടാക്കുക. അതിന് എങ്ങനെ നമുക്ക് ഈ കലാസാഹിത്യ ശാഖകളെ ഉപയോഗിക്കാമെന്നുള്ളതാണ്. അപ്പോൾ അത് വെച്ചുകൊണ്ട് ഒരു വർഷത്തേക്കുള്ള പരിപാടികൾ ഈ വിവിധ കലാസാഹിത്യ മേഖലകളിൽ എന്തൊക്കെ ചെയ്യാം
ചിലതൊക്കെ നമ്മൾ ആവർത്തിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് നമുക്ക് പിന്നെ ഉയിരെഴുത്ത് എന്നൊരു പരിപാടിയുണ്ട്. അത് ഒരു ഇൻഹൗസ് പ്രോഗ്രാമാണ്. നമുക്ക് വേണ്ടി തന്നെ, നമ്മുടെ അംഗങ്ങൾക്ക് വേണ്ടി നമ്മൾ അത് നമ്മളെ എല്ലാവരെയും നമ്മൾ ഓരോ വർഷവും ഓരോ വിഷയം തിരഞ്ഞെടുക്കും. ആ വിഷയത്തിൽ കേരളത്തിൽ ലഭ്യമായിട്ടുള്ള ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള വ്യക്തിത്വങ്ങളെ കൊണ്ടുവന്ന് ആ വിഷയത്തിൽ ക്ലാസ് എടുപ്പിക്കുക എന്നുള്ളതാണ്. ഇതൊക്കെ നമ്മൾ പുറത്തുപോയി പഠിക്കണമെങ്കിൽ അതിനൊക്കെ അവർ ഫീസ് വാങ്ങും, പലരും നടത്തുന്നുണ്ട്. പക്ഷേ നമ്മുടെ അംഗങ്ങൾക്ക് വേണ്ടി നമ്മൾ ഈ റിസോഴ്സ് പേഴ്സണിനെ പൈസ കൊടുത്താണ് വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇനിയും ദീർഘമായിട്ട് ഞാൻ സംസാരിക്കുന്നില്ല. വളരെ സന്തോഷമുണ്ട് ഈ അറ്റ്മോസ്ഫിയർ, ഈ ആംബിയൻസ്. ഇതിനു മുമ്പ് ഞാൻ ഏറിയാട് വന്നിരുന്നു, ഹവ ടീച്ചറിൻ്റെ ഫൈസലിൻ്റെയൊക്കെ ക്ഷണം സ്വീകരിച്ച്. അതും വളരെ മനോഹരമായിട്ടൊരു ഭൂപ്രദേശമായിരുന്നു, കടൽ തീരത്ത് അല്ലേ. അപ്പോൾ അവിടെ നിൽക്കുമ്പോഴേക്കും നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. അപ്പം ഇങ്ങനൊരു കുഴപ്പമുണ്ട്, നിർത്താൻ തോന്നുന്നില്ല. എന്തായാലും നിർത്തിയല്ലേ പറ്റൂ. ഇനിയും വളരെ പ്രഗത്ഭരായിട്ടുള്ള പലരുടെയും ക്ലാസ്സുകളുണ്ട്, ഞാൻ എൻ്റെ ബ്രോഷറിൽ കണ്ടു. അപ്പോൾ എനിക്കും കഴിയുന്നത്ര കുറേ അധികം ക്ലാസ്സുകളിൽ പങ്കെടുക്കണമെന്ന് താല്പര്യമുണ്ട്. എപ്പോഴും നമ്മളെല്ലാവരും വിദ്യാർത്ഥികൾ തന്നെയാണ്. ആരും ഒരിക്കലും നമ്മുടെ അധ്യാപനം ഒരിക്കലും അവസാനിക്കുന്നത്, നമ്മുടെ അവസാന ശ്വാസം വരെ നമ്മളെല്ലാം പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനും ഒരു വിദ്യാർത്ഥിയായിട്ട് ഈ ക്ലാസ്സുകളിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളെല്ലാവരുടെയും അനുവാദത്തോടെയും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തോടെയും ഈയൊരു നമ്മുടെ കൂട്ടായ്മ വളരെ സന്തോഷത്തോടു കൂടി അഭിമാനത്തോടു കൂടി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു.